ഹാലലൂയ, കർത്താവിൻ്റെ മഹത്വം. ഇന്ന് നമ്മൾ ചിന്തയ്ക്കായി വചനം നോക്കുന്നത് എഫെസ്യരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-17 വാക്യങ്ങൾ. 15ഉം 17ഉം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയ്ക്കെടുക്കാം. എഫെഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 15 ആൻഡ് വേഴ്സ് നമ്പർ 17. വേഴ്സ് നമ്പർ 15 ഇങ്ങനെ വായിക്കുന്നു: സോ ബി കെയർഫുൾ ഹൗ യു ലിവ്. ഡോണ്ട് ലിവ് ലൈക്ക് ഫൂൾസ് ബട്ട് ലൈക്ക് ദോസ് ഹു ആർ വൈസ്. വായിച്ച് 15. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല പക്ഷേ ജ്ഞാനികളായിട്ടത്രേ. ആമേൻ. സ്വതന്ത്രം വിഡ്ഢികളെ പോലല്ല, ഫൂൾസിനെ പോലല്ല, ബുദ്ധിയില്ലാത്തവരെ പോലല്ല, പക്ഷെ ബുദ്ധിയുള്ളവരെ പോലെ ജ്ഞാനികളായിട്ട് ജീവിക്കാൻ ഈ ദിവസങ്ങളിൽ ശ്രമിക്കുക എന്ന് ദൈവവചനം നമ്മളെ നിർബന്ധിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ് ബുദ്ധിയുള്ളവരായി ഞാൻ ജീവിക്കും, അല്ലെ ജ്ഞാനിയായി ഞാൻ ജീവിക്കും. അപ്പം ബുദ്ധിയുള്ള വ്യക്തിയായും ജ്ഞാനിയുള്ള വ്യക്തിയായും ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിലെ ജ്ഞാനമല്ല, അതിനപ്പുറത്തൊരു ജ്ഞാനമുണ്ട്. സ്തോത്രം. അതിനപ്പുറത്തൊരു അറിവുണ്ട്. ലോകത്ത് നമുക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം, എത്ര അറിവ് വേണമെങ്കിലും നേടാം, അങ്ങേയറ്റം നമുക്ക് പഠിച്ചെടുക്കാം. പക്ഷേ ഈ ലോകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. പക്ഷേ ദൈവവചനം നമ്മളോട് പറയുന്നത് അങ്ങനത്തെ ജ്ഞാനവും അങ്ങനത്തെ ബുദ്ധിയും ഒന്നുമല്ല. അതിനപ്പുറം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ജ്ഞാനമുണ്ട്, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പരിജ്ഞാനം, ഒരു അറിവ്. സ്തോത്രം. ഒരു ഈ ലോകത്തെ പഠിത്തത്തിനൊന്നും, സെക്യുലർ പഠിത്തത്തിനൊന്നും തരാൻ പറ്റാത്ത അതിനപ്പുറമുള്ള ഒരു ദൈവീക അറിവും ജ്ഞാനവും. സ്തോത്രം. സോളമൻ, അതാ ദാവീദിൻ്റെ മകനായ സോളമൻ രാജാവ് ചെറുപ്രായത്തിൽ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, ദൈവം ആ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ: ദൈവമേ, നിൻ്റെ ജനത്തിനെ നയിക്കുവാൻ, നിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ ഉള്ള അറിവും ജ്ഞാനവും എനിക്ക് തരണം, അല്ലേ? അപ്പം ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പം ദൈവം ചോദിച്ചു, അന്ന് രാത്രിയിൽ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? അപ്പം സോളമൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനം മതി, എനിക്ക് ദൈവീക ജ്ഞാനം മതി, എനിക്ക് അതിനപ്പുറം ഒന്നും വേണ്ട. അപ്പം കർത്താവ് പറയുക, നീ എങ്ങനെ ജ്ഞാനത്തിന് ചോദിച്ചത് കൊണ്ട് ഞാൻ നിനക്ക് ഈ ലോകത്തുള്ള സകല സമ്പത്തും ഞാൻ നിനക്ക് നൽകാം. സ്തോത്രം. ദൈവത്തിൻ്റെ അറിവും ജ്ഞാനവും ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുവാണ് ഇവിടെ, പൗലോസ് അപ്പോസ്തലൻ എഫെസ്യരുടെ ലേഖനത്തിനകത്ത് ആത്മാവിൽ നിറഞ്ഞിട്ട് പറയുക, നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ അങ്ങനെ സൂക്ഷ്മതയോടെ നിങ്ങളുടെ ജീവിതം ജീവിക്കണമെങ്കിൽ നിങ്ങൾ വിഡ്ഢികളെ പോലെ, ഈ ലോകത്തുള്ളവരെ പോലെ ജീവിച്ചാൽ പറ്റത്തില്ല. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വളരെ സൂക്ഷ്മതയോടെ, വളരെ കെയർഫുള്ളായിട്ട്, വളരെ അനുഗ്രഹിക്കപ്പെട്ട്, വളരെ നന്നായിട്ട് ജീവിതം ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ബുദ്ധിയുള്ളവരായി ജീവിക്കണം. എന്നിട്ട് അതിൻ്റെ 17 പറയുന്നു: ഡോണ്ട് ആക്ട് തോട്ട്ലെസ്ലി but understand what the Lord wants you to do. എന്ന് വെച്ച് ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ ഹിതം എന്തെന്ന് ഗ്രഹിച്ചുകൊള്ളുവൻ. കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുവചനം പറയുന്നു, ഡോണ്ട് ആക്ട് തോട്ട്ലെസ്ലി. ബുദ്ധിയില്ലാത്തതുപോലല്ല. നമ്മൾ പലപ്പോഴും മനുഷ്യർ ബുദ്ധിയില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ട് പിന്നെ പറയും, ഞാൻ അന്ന് ബുദ്ധിയില്ലാതെ അങ്ങനെ പറഞ്ഞു, ബുദ്ധിയില്ലാതെ പെരുമാറി, ബുദ്ധിയില്ലാതെ ചിലതിനകത്തൊക്കെ ഏർപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പറയും, അല്ലേ? പക്ഷേ കർത്താവിൽ ആശ്രയിച്ച്, യേശുവിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ പറയേണ്ടി വരത്തില്ല, ഞാൻ ബുദ്ധിയില്ലാതെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചു. അപ്പം ബുദ്ധിയില്ലാതെ, വെളിവില്ലാതെ എന്നൊക്കെ പറയത്തില്ലേ? അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിനകത്ത് പറയുന്നത്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകല്ല. വീഞ്ഞു കുടിച്ച് അല്ലെങ്കിൽ കള്ളു കുടിച്ചൊക്കെ ചിലവരെ കണ്ടിട്ടില്ലേ? ചിലവരൊക്കെ ലഹരിയൊക്കെ കുടിച്ചൊക്കെ കഴിയുമ്പം അവരെ വെറുതെ ഇരുന്ന് ചിരിക്കും, തന്നെ ഇരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ കുറേ ഇരുന്ന് അങ്ങ് സംസാരിക്കും. കുറച്ച് പേരൊക്കെ ആയിരിക്കും അവർ വയലൻ്റ് ആകുന്നത്, അവർ ഭാര്യമാരെ തല്ലും, മക്കളെ തല്ലും, അങ്ങനെയൊക്കെ. പക്ഷെ അല്ലാതെ കുറേ പേരെന്താ ചെയ്യുന്നത്? അവരിങ്ങനെ വെറുതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കുറേ അവർ സംസാരിക്കും, ബുദ്ധിയില്ലാതെ. ചിലവർ അവർക്കുള്ള സ്വത്തുക്കളൊക്കെ ആർക്കെങ്കിലും ഒക്കെ എഴുതി കൊടുക്കും, അങ്ങനെയൊക്കെ, അല്ലേ? ബുദ്ധിയില്ലാത്ത ഓരോ കാര്യങ്ങൾ. അപ്പം തിരുവചനം നമ്മളോട് പറയുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാവല്ല, പക്ഷേ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച്
എന്താ നിങ്ങളെക്കുറിച്ച് ചെയ്തെടുക്കണ്ടേന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. വചനം ഇവിടെ പറയുന്നു, അതിൻ്റെ 17 പറയുന്നു, ഡോണ്ട് ആക്ട് തോട്ട്ലെസ്ലി ബട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലോർഡ് വാണ്ട്സ് യു ടു ഡു. ദൈവം നിങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങൾ അതിനെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായിരിക്കും. ഇന്നൊന്ന് പറഞ്ഞ് തിരിച്ചറിവ്. ഹല്ലേലൂയ. തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് ദൈവീക തിരിച്ചറിവ്. ഹല്ലേലൂയ. നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഭാവിയെക്കുറിച്ച് എന്ത് ചെയ്യണം. സ്തോത്രം. ഈ ഒരു തിരിച്ചറിവ്, ഈ തിരിച്ചറിവ് എങ്ങനെയാണ് ലഭിക്കുന്നത്? അടുത്ത വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിനകത്ത് പറയുന്നു, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്. അതിൻ്റെ 19 പറയുന്നു, സിംഗിങ് സാംസ് ആൻഡ് ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ് അമംഗ് യുവർ സെൽവ്സ് ആൻഡ് മേക്കിംഗ് മ്യൂസിക് ടു ദ ലോർഡ് ഇൻ യുവർ ഹാർട്ട്സ്. അപ്പം 1 പറയുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്. 2 പറയുന്നു സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും പാട്ടുകളാലും നിങ്ങൾ ഹൃദയത്തിൽ നിറയ്ക്ക്. അതിൻ്റെ 20 പറയുന്നു എല്ലാറ്റിലും കർത്താവിനോട് നന്ദി പറയുക. ഇതൊരു രീതി. ഓക്കെ, ഇത് പറയുന്നു നമ്മളെപ്പോഴെങ്ങനെയാണ് ദൈവത്തിൻ്റെ അറിവും നമ്മൾ ദൈവിക ജ്ഞാനത്തിലും നടക്കുന്നത്. 1 പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, 2 സങ്കീർത്തനങ്ങളാലും സ്തോത്രങ്ങളാലും സ്തുതികളാലും പാടി, 3 ദൈവത്തിനോട് എല്ലാറ്റിലും നന്ദി പറയണം. നന്ദി പറയാൻ പറ്റാത്തവർ സ്നേഹമില്ലാത്തവരാ. എന്നും കർത്താവിനോട് നന്ദി പറയണം. ഒരു ദിവസം പോലും മറക്കല്ല ദൈവത്തിനോട് നന്ദി പറയാനായിട്ട്. ഹല്ലേലൂയ. നമുക്ക് ആയുസ് തന്നതിന്, പഠിക്കാൻ തന്നതിന്, നമുക്ക് സമ്പത്ത് തന്നതിന്, നമ്മൾക്ക് ആരോഗ്യം തന്നതിന്, നമ്മൾ പ്രജ്ഞയോടെ നമ്മളൊരു ദിവസം മുന്നോട്ട് നീങ്ങുന്നതിന്, നമുക്ക് തന്ന മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, നമുക്ക് നൽകിയിരിക്കുന്ന കൂട്ടുകാരെ ഓർത്ത്, നമുക്ക് ദൈവവചനം ധ്യാനിക്കാൻ സമയം തന്നതിനെ ഓർത്ത്, കർത്താവ് നമ്മളെ കർത്താവിൻ്റേതാക്കിയതിനെ ഓർത്ത് എന്തുമാത്രമുണ്ട് നമുക്ക് നന്ദി പറയാനല്ലേ. നന്ദിയില്ലാത്ത ഹൃദയം സ്നേഹമില്ലാത്ത ഹൃദയമാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ഭാഗ്യമായ കുറച്ച് കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. പക്ഷേ ദൈവവചനത്തിനകത്ത് ആ 17-ാം വാക്യത്തിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞൊരു വാക്യമുണ്ട്, അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലോർഡ് വാണ്ട്സ് യു ടു ഡു. അണ്ടർസ്റ്റാൻഡിങ്, അറിവ്. ആ 17 ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവൻ. അപ്പം അണ്ടർസ്റ്റാൻഡിങ്, ഈ ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത്, സ്തോത്രം, ഓഫ് കോഴ്സ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗീയ പാട്ടുകളൊക്കെ പാടി എല്ലാറ്റിലും നന്ദി പറഞ്ഞ്, ഇതിലുപരിയായി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഹല്ലേലൂയ വചനത്തിൽ നിന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത്. ദൈവത്തിൽ നിന്ന്, കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഈ ഗ്രഹിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് അറിവോടെയും തിരിച്ചറിവോടെയും പെരുമാറാൻ പറ്റുന്നത് കർത്താവിൽ നിന്ന് നമുക്ക് കേട്ടാലേ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിനകത്ത് 15 തൊട്ട് വരുമ്പം അവിടെ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു ജീവിക്കുക. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരെ പോലെ ജീവിക്കല്ലേ. അപ്പം ബുദ്ധിയില്ലാത്തവന് അറിവില്ല, അവന് ഗ്രഹിക്കാനുള്ള കഴിവില്ല. എന്നിട്ട് അടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, നിങ്ങൾക്ക് ലഭിക്കുന്ന സകല അവസരത്തെ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ വളരെ വേഗത്തിൽ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ ഉപയോഗിക്കണം. എന്നിട്ടാണ് പറയുന്നത്, ബുദ്ധിയില്ലാത്തവരെ പോലല്ല, പക്ഷെ ബുദ്ധിയുള്ളവരെ പോലെ, ഗ്രഹിക്കാൻ കഴിവുള്ളവരെ പോലെ, അറിവുള്ളവരെ പോലെ ജീവിക്കാൻ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ അതിൻ്റെ 11-12 വാക്യങ്ങൾ, മാത്യു ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 11 ഇങ്ങനെ പറയുന്നു, ഹി റിപ്ലൈഡ്, യു ആർ പെർമിറ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സീക്രറ്റ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ, ബട്ട് അതേഴ്സ് ആർ നോട്ട്. അതിൻ്റെ 12 പറയുന്നു, ടു ദോസ് ഹു ലിസൺ ടു മൈ ടീച്ചിങ് more understanding will be given, and they will have an abundance of knowledge. But for those who are not listening, even what little understanding they have will be taken away from them. എന്ന് വായിച്ചേ. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തിനകത്തെ രഹസ്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക്, ആർക്ക്? ശിഷ്യന്മാര്. ഇന്ന് നമുക്കും വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല.
ആർക്ക് ലഭിച്ചിട്ടില്ല? കേൾക്കാത്തവർക്ക് ലഭിച്ചിട്ടില്ല. ഓക്കെ, എന്നിട്ട് ഉള്ളവന് കൊടുക്കും. ഉള്ളവന് കൊടുക്കും. എന്തുള്ളവന്? അറിവുള്ളവന്. അവൻ വചനം കേട്ട് ഉള്ളു തുറന്നവന് അവൻ അറിവ് ലഭിക്കുക. ഈ വചനം കേൾക്കാൻ താല്പര്യപ്പെട്ട് ഉള്ളു തുറന്നവന് അവൻ എന്ത് ചെയ്യും? ദൈവം അവന് കൂടുതൽ അറിവ് കൊടുത്തോണ്ടേയിരിക്കും. ദൈവവചനത്തിൽ നിന്നുള്ള അറിവ് കൊടുത്തോണ്ടേയിരിക്കും. എന്നിട്ടോ സമൃദ്ധി ഉണ്ടാവും. അവന് സമൃദ്ധി. എന്തിൻ്റെ സമൃദ്ധിയാ? സമ്പത്തിൻ്റെ അല്ല, അവൻ അറിവിൻ്റെ സമൃദ്ധി. ഇത് ഈ ഒറിജിനൽ ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കുക, അബണ്ടൻസ് ഓഫ് നോളജ് എന്ന്. അറിവിൻ്റെ കൂമ്പാരം, അറിവിൻ്റെ വർധനവ് അവന് കൊടുക്കും. ഈ അറിവിൻ്റെ വർധനവ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ദൈവവചനം കേൾക്കുന്നതിൽ നിന്ന് കിട്ടുന്നത്. ഒന്നും കൂടെ ആ 12 ഒന്ന് വായിച്ച്. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാവും. ഇല്ലാത്തവനോടോ ഉള്ളവനുള്ളതും കൂടെ എടുത്തു കളയും. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണ്ടേ. ടു ദോസ് ഹു ലിസൺ ടു മൈ ടീച്ചിങ്, എൻ്റെ പഠിപ്പീര് അല്ലെങ്കിൽ എൻ്റെ വചനം കേൾക്കുന്നവന് അധികം അറിവ് കൊടുക്കും. പക്ഷേ കേൾക്കാത്തവനോ ഇതൊന്നും കൊടുക്കത്തില്ല, ഉള്ളതും കൂടെ എടുത്തോണ്ട് പോകും. അപ്പം 12 ഇങ്ങനെയാ, ടു ദോസ് ഹു ലിസൺ ടു മൈ ടീച്ചിങ്, എൻ്റെ പഠിപ്പീര് കേൾക്കുന്നവന് മോർ അണ്ടർസ്റ്റാൻഡിങ് വിൽ ബി ഗിവൻ, അവന് കൂടുതൽ അറിവ് കൊടുക്കും. ആൻഡ് ദേ വിൽ ഹാവ് എൻ അബണ്ടൻസ് ഓഫ് നോളജ്, അവന് ജ്ഞാനത്തിൻ്റെ വർധനവ് അവന് കൊടുക്കും. കണ്ടോ? അപ്പം എന്നെ കേൾക്കുന്നവൻ, എൻ്റെ വചനത്തെ കേൾക്കുന്നവൻ, എൻ്റെ പഠിപ്പീരിനെ കേൾക്കുന്നവന് അവന് കൂടുതൽ അറിവ് കൊടുക്കും. അവന് പരിജ്ഞാനത്തിൻ്റെ വർധനവ് അവന് കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് പരിജ്ഞാനം ലഭിക്കുന്നത്? ദൈവവചനം കേൾക്കുന്നതിൽ നിന്ന്. ദൈവവചനം കേൾക്കുന്തോറും നമ്മുടെ ഉള്ളു തുറക്കും, നമ്മുടെ ഇരുട്ട് മാറിപ്പോകും. സ്തോത്രം. അറിവില്ലാത്ത അറിവ് മാറിപ്പോകും, അജ്ഞത മാറും, കഴിവില്ലാത്തതിടത്ത് കഴിവുണ്ടാകും. എന്താ? നമ്മൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവവചനം കേൾക്കുന്തോറും ക്രിസ്തുവിനെയാണ് കേൾക്കുന്നത്, ദൈവത്തിൻ്റെ മർമ്മങ്ങളാണ് കേൾക്കുന്നത്, സ്വർഗത്തിൻ്റെ രഹസ്യങ്ങളാണ് കേൾക്കുന്നത്. ഇത് കേൾക്കാൻ താല്പര്യപ്പെടുന്നത് എങ്ങനെയാണ് കേൾക്കുന്നത്? പുറത്തെ കാതുകളും കൊണ്ടല്ല, പക്ഷേ അകത്തുള്ള ആത്മാവിൻ്റെ കാതുകളും കൊണ്ട് നമ്മൾ കേൾക്കുന്നു. സ്തോത്രം. ഇതിങ്ങനെ കേൾക്കും തോറും നമ്മളുടെ അറിവ് വർദ്ധിക്കും, ജ്ഞാനം വർദ്ധിക്കും, ജ്ഞാനം വർദ്ധിക്കും. ഹല്ലേലൂയ. അറിവില്ലാത്തടത്ത് അറിവ് ലഭിച്ചുകൊണ്ടിരിക്കും, ഇരുട്ട് മാറും. എന്നിട്ട് കർത്താവ് പറയുക, പക്ഷേ കേൾക്കാത്തവനോ, ഹല്ലേലൂയ, ബട്ട് ഫോർ ദോസ് ഹു ആർ നോട്ട് ലിസണിങ്, പക്ഷേയോ കേൾക്കാത്തവനോ, ഈവൻ വാട്ട് ലിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ദേ ഹാവ് വിൽ ബി ടേക്കൺ അവേ ഫ്രം ദം. എന്തെങ്കിലും ഇച്ചിരി അറിവുണ്ടെങ്കിൽ കേൾക്കാത്തവൻ്റെ ആ അറിവും കൂടെ എടുത്തുകൊണ്ട് പോകും. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദൈവവചനം കേൾക്കാനിരിക്കുന്നിടത്ത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. ഒരു വള്ളി പുള്ളി മാറാതെ നമ്മൾ വായിക്കണം. ഒരു അല്പം പോലും നിലത്ത് വീഴാതെ അത് നമ്മളതിനെ കയറി പിടിച്ചെടുക്കണം. ഈ കയറി പിടിച്ചെടുക്കുന്നവന് ശ്രദ്ധയോടെയും വചനധ്യാനം എന്നാണ് പറയുന്നത് അല്ലേ? വചനം വചനം പഠിക്കുന്നതും വചനധ്യാനം എന്നും ഒക്കെയാണ് പറയുന്നത് അല്ലേ? ഈ വചനം നമ്മൾ എത്രയധികം നമ്മൾ ധ്യാനിക്കുന്നോ അത്രയധികം നമ്മുടെ ഉള്ളു തുറന്നു വരും അല്ലേ? നമ്മുടെ അറിവ് തുറന്നു വരും, നമ്മൾക്ക് ജ്ഞാനം തുറന്നു വരും. ഈ നന്നായി ബൈബിളൊക്കെ വായിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ. അവരൊരുപാടൊന്നും തലയും കുത്തി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ 10 മണിക്കൂർ സാധാരണ പിള്ളേർ പഠിക്കുന്നിടത്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു 2-3 മണിക്കൂറൊക്കെ ബൈബിൾ ഇരുന്ന് വായിക്കുന്നിടത്ത് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അറിവ് പെട്ടെന്ന് ആ കർത്താവ് തുറന്നു കൊടുക്കുന്നത്, അവരുടെ ഉള്ളം പെട്ടെന്ന് തുറന്നു കൊടുക്കും. സ്തോത്രം. എന്താ വെച്ചാൽ ആ ദൈവവചനത്തിൻ്റെ പുറത്താണ് അവർ പണിയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം പഠിക്കാനും വായിക്കാനും ഒക്കെ സമയം ഒന്ന് മാറ്റിവെച്ചേ. കുറച്ച് നാൾ കഴിയുമ്പം ഈ വചനമൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും, ഉള്ളു തുറന്നുകൊണ്ടേയിരിക്കും. വചനത്തിൻ്റെ അകത്തെ മുത്തുകൾ നമുക്ക് പെറുക്കിത്തരും പരിശുദ്ധാത്മാവ്. സ്തോത്രം. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് പോലും ചിലപ്പം വചനമായിരിക്കത്തില്ല, അല്ലാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാകും. വിവരമില്ലാത്തവനും ജ്ഞാനമില്ലാത്തവനും വിവരവും കഴിവും ജ്ഞാനവും പകരുന്നത് ദൈവവചനമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവവചനം ധ്യാനിക്കാൻ സമയം മാറ്റിവെക്കണം.
പ്രാർത്ഥിക്കണം. ദൈവവചനം ഭക്ഷിക്കാനെന്ന യെരമ്യാ പുസ്തകത്തിനകത്ത് പ്രവാചകൻ പറയുന്നേ, ആർത്തിയോടെ ഭക്ഷിക്കാൻ. ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ ധ്യാനിക്കും തോറും നമ്മുടെ എല്ലുകൾക്ക് തീ പിടിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഉള്ളം കത്തുന്നത് തിരിച്ചറിയാൻ സാധിക്കും. ദൈവവചനത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവവചനം എഴുതി വെച്ചിട്ട് ഈ വചനഭാഗങ്ങൾ എടുത്തു വെച്ചിട്ട് കർത്താവെ അങ്ങയുടെ വചനം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന് മഹത്വം. അപ്പം ദൈവം നമ്മളിൽ നിന്ന് എന്താ ചെയ്യണ്ടേ, എന്താ നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ദൈവരാജ്യത്തിനകത്തെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. ദൈവം നിങ്ങളെക്കുറിച്ച് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് എഫെസ്യരുടെ ലേഖനം 5:17 പറഞ്ഞത്. ഹല്ലേലൂയ, 17 നമ്മളോട് പറഞ്ഞത് എന്താണ്? നമ്മൾ ബുദ്ധിയില്ലാത്തവരെ പോലല്ല, പക്ഷേ ബുദ്ധിയുള്ളവരെ പോലെ. ദൈവം നിങ്ങളെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം നമ്മൾ സങ്കീർത്തനങ്ങൾ, നമ്മൾ സ്തോത്രം പറയുമ്പോൾ, നന്ദി പറയുമ്പോൾ, നമ്മൾ പാട്ടുകൾ പാടുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മളായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കർത്താവ് വചനത്തിൻ്റെ വാക്കുകളും കൂടെ ഇട്ടുതരും. ആരാധിക്കുമ്പോൾ ചിലപ്പം വചനം പൊങ്ങി വരും. നമ്മൾ വായിക്കണം. വചനം തിരിച്ചറിയാൻ പറ്റാത്തവരൊക്കെ വചനം എടുത്തിട്ട് അതിൽ കൈവച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പാട്ടുകൾ പാടണം. സ്തോത്രം. നമ്മൾ പാട്ട് പാടുമ്പോൾ ദൈവവചനം നിറഞ്ഞ പാട്ടുകൾ പാടണം. സ്തോത്രം. കർത്താവ് ഉള്ളങ്ങളെ തുറന്നു തരും. സങ്കീർത്തനം 119, Psalm 119, അതിൻ്റെ 25-ാമത്തെ വാക്യം. Psalm 119 മൊത്തം ദൈവവചനത്തിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ Psalm 119 വേഴ്സ് നമ്പർ 25 ഒന്ന് നമുക്ക് നോക്കാം. 25 ഒന്ന് നോക്കാം. അതിനകത്ത് വചനം പറയുന്നു, റിവൈവ് മീ ബൈ യുവർ വേർഡ്. അങ്ങയുടെ വചനം കൊണ്ട് എന്നെ ഒന്ന് റിവൈവ് ചെയ്യാന്ന് വായിച്ചേ. തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. അല്ലെ, റിവൈവ് എന്നാ പറയുന്നത്. റിവൈവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ഷീണം മാറ്റണം എന്നൊക്കെയാ അതിൻ്റെ അർത്ഥം. റിവൈവ്. ഹല്ലേലൂയ. ഞാൻ തളർന്നു കിടക്കുന്നിടത്ത് അങ്ങയുടെ വചനം കൊണ്ട് എന്നെ ഒന്ന് ഉണർത്തിയെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ജീവൻ വെപ്പിക്കണം. അതിൻ്റെ 28 പറയുന്നു, എൻകറേജ് മീ ബൈ യുവർ വേർഡ്. അങ്ങയുടെ വചനം കൊണ്ട് എന്നെ ഒന്ന് ബലപ്പെടുത്തണം. ഒന്ന് വായിച്ച് 28. അങ്ങയുടെ വചനപ്രകാരം എന്നെ ബലപ്പെടുത്തണമേ. അതിൻ്റെ 32 ഒന്ന് വായിച്ചേ. ഐ വിൽ പെർസ്യൂ യുവർ കമാൻഡ്സ് ഫോർ യു എക്സ്പാൻഡ് മൈ അണ്ടർസ്റ്റാൻഡിങ്. ഒന്ന് വായിച്ചേ. അങ്ങന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ അങ്ങയുടെ കൽപ്പനകളുടെ വഴിയിൽ നടക്കും. ആമേൻ. സോ ഐ വിൽ പെർസ്യൂ യുവർ കമാൻഡ്സ്. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ പിന്തുടരും. കൽപ്പനകൾ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ദൈവവചനത്തിനകത്താ. ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ദൈവവചനത്തിനകത്താ. വചനം പറഞ്ഞു, ഐ വിൽ പെർസ്യൂ യുവർ കമാൻഡ്സ്. അങ്ങയുടെ കൽപ്പനകളെ ഞാൻ പിന്തുടരും. ഫോർ യു എക്സ്പാൻഡ് മൈ അണ്ടർസ്റ്റാൻഡിങ്. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എൻ്റെ അറിവിനെ വർദ്ധിപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. അപ്പം എഫെസ്യർ 5:17 പറഞ്ഞു, നമ്മൾ ബുദ്ധിയുള്ളവരെ പോലെ ജീവിക്കാൻ, നമ്മളുടെ അറിവൊന്ന് നമുക്ക് വർദ്ധിപ്പിച്ചു തരാൻ, നമുക്ക് ദൈവം നമ്മളെക്കുറിച്ച് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അതിനുള്ള അറിവ് നമുക്ക് ലഭിക്കാൻ കർത്താവിൻ്റെ വചനം പറയുന്നു. ഈ അറിവ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന്. 119 സങ്കീർത്തനത്തിൻ്റെ 130 വാക്യം. 130 Psalm 119 വേഴ്സ് നമ്പർ 130. അതിൻ്റെ 129-ഉം 130-യും വായിക്കാം. 129-ഉം 130-ഉം വാക്യങ്ങൾ. സങ്കീർത്തനം 119. യുവർ ലോസ് ആർ വണ്ടർഫുൾ, നോ വണ്ടർ ഐ ഒബേ ദം. The teaching of your word gives light, so even the simple can understand. എന്ന് വായിച്ചേ. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ. നിന്റെ സാക്ഷ്യങ്ങൾക്ക് പകരം നിന്റെ നിയമങ്ങൾ ശരിക്കും. Your laws are wonderful. എൻ്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു, അവരെ അനുസരിക്കുന്നു. കണ്ടോ? ഹല്ലേലൂയ. എഫെസ്യർ 5:17 പറഞ്ഞു, ഡോണ്ട് ആക്ട് തോട്ട്ലെസ്ലി ബട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ലോർഡ് വാണ്ട്സ് യു ടു ഡു. നമ്മൾ ബുദ്ധിയില്ലാത്തവരെ പോലല്ല, പക്ഷേ ബുദ്ധിയുള്ളവരെ പോലെ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പം തിരുവചനം ഇവിടെ സങ്കീർത്തനം 119 പറയുന്നു, അങ്ങയുടെ നിയമങ്ങൾ, അങ്ങയുടെ കൽപ്പനകൾ എത്രയധികം മഹത്വമുള്ളത്, അതെന്നെ
അനുസരിക്കാൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ അനുസരിക്കുന്നു. കണ്ടോ, ദൈവവചനം നമ്മൾ വായിക്കും തോറും മനസ്സിലാക്കും തോറും നമ്മൾ ഒരു വള്ളി തെറ്റാതെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കും. എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസത്തിൽ പറയുന്നതും എടുക്കുന്നതും നമ്മുടെ കൊടുക്കൽ വാങ്ങലിലും ഒക്കെ. ദൈവവചനം നമ്മൾ ദൈവവചനം വായിച്ചു അറിഞ്ഞു പ്രമാണിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കൊടുക്കൽ വാങ്ങൽ, നമ്മുടെ സംസാരങ്ങൾ, നോട്ടങ്ങൾ, ചിന്തകൾ ഒക്കെ എത്രയധികം ദൈവഹിതപ്രകാരം നമുക്കാക്കാൻ സാധിക്കും. അതിൻ്റെ 130 വേഴ്സ് നമ്പർ 130 എന്ന് വായിച്ച്. അങ്ങയുടെ വചനങ്ങൾ തുറക്കപ്പെടുന്നത് പ്രകാശപദം ആകുന്നു. The teaching of your word gives light. അങ്ങയുടെ വചനം പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് പ്രകാശമുള്ളതാകുന്നു. അത് ബുദ്ധിയില്ലാത്തവനും അറിവ് ലഭിക്കുന്നു. ഈവൻ ദ സിമ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അധികം ബുദ്ധിയില്ലാത്തവനും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കണ്ടോ, എന്താ ദൈവവചനം? എന്താണ് ദൈവവചനം? വെളിച്ചമാണ്. ദൈവവചനം ക്രിസ്തുവാണ്. ക്രിസ്തു ഉള്ളിടത്ത് വെളിച്ചമുണ്ട്. ഈ വചനം ഉള്ളിടത്ത് വെളിച്ചമുണ്ട്. വചനം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അകത്ത് ഇരുട്ടായിരുന്ന ഉള്ളറകളെ തുറന്ന് ദൈവവചനം അവിടെ പ്രകാശം കൊണ്ടുവരിക. ദൈവവചനം ഇരുട്ടായി കിടന്ന് നമ്മുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് ദൈവവചനം കയറി ചെന്നിട്ട് അവിടെ പ്രകാശം കൊണ്ടുവരിക. ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ ജ്ഞാനം, കർത്താവിൻ്റെ പ്രകാശം അവിടേക്ക് കൊണ്ടുവരിക. ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നു. നമ്മൾ പുതിയ സൃഷ്ടിയാവുന്നു. 2 കൊരിന്ത്യർ 4:4 ഇങ്ങനെ പറയുന്നു, പിശാചിനാൽ കീഴ്പ്പെട്ട് ഇരുട്ടിൽ വസിക്കുന്നവർക്ക് അവർക്ക് ദൈവവചനത്തിൻ്റെ മഹത്വമേറിയ വെളിച്ചം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒന്ന് വായിച്ച് 4:4. 2 കൊരിന്ത്യർ 4:4. ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. മതി. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം. ദ ഗ്ലോറിയസ് ലൈറ്റ് ഓഫ് ദ ഗുഡ് ന്യൂസ്. അപ്പം നമ്മൾ എവിടെ സത്യ സുവിശേഷം കേൾക്കുന്നോ, ക്രിസ്തു നിറഞ്ഞ വചനം നമ്മൾ കേൾക്കുന്നു. നമ്മൾ വചനം കേൾക്കും തോറും വെളിച്ചം നമ്മളുടെ അകത്തേക്ക് വരിക. അജ്ഞത, അറിവില്ലായ്മ, ഭോഷത്വം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ബുദ്ധിയില്ലാത്തത്, കഴിവില്ലാത്തത്, ഇതൊക്കെ ഇരുട്ടിൻ്റെയാണ്. പക്ഷെ ദൈവവചനം നമ്മൾ കേൾക്കും തോറും, ദൈവവചനം വായിക്കും തോറും, ദൈവവചനം ധ്യാനിക്കും തോറും, ദൈവവചനം പഠിക്കാനിരിക്കണം. 10 അധ്യായം ഞാൻ ഒരു ദിവസം വായിച്ചു, അല്ലെങ്കിൽ ഒരു പുസ്തകം മൊത്തം യെശയ്യാ മൊത്തം ഞാൻ വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കിരീടവും ആരും തരത്തില്ല, ഒരു അപ്രീസിയേഷനില്ല. ചിലപ്പം കേൾക്കുന്നവർ ആത്മാവില്ലാത്തവർ പറയും, അത്രയും വായിച്ചോ എന്ന് പറയും. പക്ഷേ അങ്ങനെയാണ് വായിച്ചിട്ട് ഒരു കാര്യവുമില്ല. ദൈവവചനം ഒറ്റ വാക്യം എടുത്ത് ഒരു ദിവസം വായിച്ചാൽ മതി. ഒറ്റ വാക്യം. ആ വാക്യം അതിനെ ഹൃദയത്തിനകത്തിട്ട് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഈ വചനം അങ്ങോട്ട് ധ്യാനിക്കുമ്പോൾ ഉള്ളറകളെ കർത്താവ് അങ്ങോട്ട് തുറക്കും. അകത്ത് പ്രകാശം കയറും. സ്തോത്രം. ഇരുട്ട് മാറും, അന്ധകാരം മാറും, ബുദ്ധിയെ തുറക്കും, പ്രകാശിക്കും, ജീവൻ പ്രകാശമുള്ളത് ആയിത്തീരും. അതാ സങ്കീർത്തനം 119, 130 പറഞ്ഞ Psalm 119 വേഴ്സ് നമ്പർ 130. അങ്ങയുടെ വചനം പഠിക്കുമ്പോൾ ദ ടീച്ചിങ് ഓഫ് യുവർ വേർഡ് അത് ഞങ്ങൾക്ക് പ്രകാശം തരുന്നു. ബുദ്ധിയില്ലാത്തവനും കഴിവില്ലാത്തവനും ജ്ഞാനമില്ലാത്തവനും ഇത് തിരിച്ചറിയാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ വചനം എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം, വചനം പഠിക്കണം, വചനം ധ്യാനിക്കണം. ഒരു അധ്യായം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് തുടങ്ങണം. പുതിയ നിയമം വായിച്ചാൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന സുവിശേഷ ഭാഗങ്ങളാണ്. ക്രിസ്തുവിനെ പോലെ നമുക്കായിത്തീരാൻ സാധിക്കും, ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹം ആ അധ്യായങ്ങൾക്കകത്തുനിന്ന് തിളങ്ങി നിൽക്കും. അപ്പോസ്തല പ്രവൃത്തി തൊട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, റോമാക്കാരുടെ ലേഖനം തൊട്ട് ഉയർന്ന നിലവാരത്തിലുള്ളൊരു ക്രിസ്തീയ ജീവിതത്തിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാതെ അതൊന്നും വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. സ്തോത്രം. വചനമൊക്കെ പഠിക്കണോ? സങ്കീർത്തനം കൊണ്ടിരിക്കല്ലേ? മത്തായിയുടെ സുവിശേഷം തൊട്ട് തുടങ്ങണം. പറയണം, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന്
പഠിപ്പിച്ചു തരണമേ, യേശുവിനെ പോലെ ഈ ഭൂമിയിലാകാൻ. ഒരു വാക്യമെടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു അധ്യായത്തിനകത്ത് 1-2 വാക്യങ്ങൾ എടുത്തിട്ട് അത് 2-3 ദിവസങ്ങളും കൊണ്ട് ധ്യാനിച്ച് പഠിച്ച് ഒന്ന് വായിച്ച് പരിശുദ്ധാത്മാവുമായിട്ടിരുന്ന് അവസ്ഥകൾ മാറുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറണോ? ഈ ബൈബിൾ എടുക്കണം. ഹല്ലേലൂയ. വചനം വായിക്കണം. വചനം എഴുതി വെച്ച് വായിച്ചുറക്ക വായിച്ച് അത് ബുദ്ധിക്കകത്ത് കയറ്റി കാണാതൊക്കെ പഠിച്ച് അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അതിനെ അപ്ലൈ ചെയ്യണം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയണോ? ദൈവവചനം വായിച്ചാൽ മതി. കണ്ണുനീര് മാറണോ? ദൈവവചനം വായിച്ചാൽ മതി. മക്കൾ വിടുവിക്കപ്പെടണോ? ഈ ദൈവവചനം എടുത്താൽ മതി. ഹല്ലേലൂയ. വചനം എടുക്കണം, വചനം വായിക്കണം, വചനം പ്രാർത്ഥിക്കണം, വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിനകത്തെ വാക്യങ്ങൾ സ്വന്തമാക്കിയിട്ട് മക്കളെക്കുറിച്ച് ആ വാക്യങ്ങൾ വിളിച്ചു പറയണം. ജീവിത പങ്കാളിയെക്കുറിച്ച് ആ വാക്യങ്ങൾ വിളിച്ചു പറയണം. അവസ്ഥകളെക്കുറിച്ച് വാക്യങ്ങൾ വിളിച്ചു പറയണം. കർത്താവ് ജീവിതത്തിനെ മാറ്റിത്തരും. ഹല്ലേലൂയ. കർത്താവ് ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. തൻ്റെ വചനം പോയി അതിൻ്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, വചനം വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നവരുടെ ഉള്ളങ്ങളൊന്ന് തുറക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉള്ളങ്ങളെ തുറക്കണം. ഈ വചനം ഗ്രഹിക്കുവാനായിട്ടുള്ള കൃപ നൽകണം. ഹല്ലേലൂയ. വചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, വചനം ശ്രദ്ധയോടെ ധ്യാനിക്കുവാൻ അങ്ങയുടെ പ്രിയജനത്തിന് അങ്ങ് ഹല്ലേലൂയ ആ കൃപ നൽകണം. ഹല്ലേലൂയ. വചനം ധ്യാനിക്കും തോറും അറിവ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുവാൻ ഇടയാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കണം. സകല നന്മയാൽ നിറയ്ക്കണം. ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ഞെരുക്കത്തിനകത്ത് കിടന്ന് ഹല്ലേലൂയ ബുദ്ധിമുട്ടുന്നവരെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിലൂടെ സകല ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കുന്ന കർത്താവിനെ ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. സകല നന്മയാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.